Celebrating 50 years. Majestic Jewelers. സംസ്ഥാനത്ത് കുട്ടികൾക്കുള്ള വാക്സിനേഷന് തുടക്കം. കുട്ടികൾക്ക് മാത്രമായി 551 വാക്സിനേഷൻ കേന്ദ്രങ്ങൾ സജ്ജീകരിച്ചിട്ടുള്ളതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. കുട്ടികളുടെ വാക്സിനേഷൻ കേന്ദ്രം തിരിച്ചറിയാൻ പിങ്ക് ബോർഡുകളും 15-നും 18-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്കാണ് വാക്സിനേഷൻ. സംസ്ഥാനത്ത് കുട്ടികൾക്ക് മാത്രമായി 551 വാക്സിനേഷൻ കേന്ദ്രങ്ങളാണ് സജ്ജമായിട്ടുള്ളതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. കുട്ടികളുടെ വാക്സിനേഷൻ കേന്ദ്രം തിരിച്ചറിയാൻ പിങ്ക് ബോർഡുകളും ഉണ്ടാകും. വാക്സിനേഷൻ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് വീണ ജോർജ് കൂട്ടിച്ചേർത്തു. വാക്സിൻ എടുക്കേണ്ടതെന്നൊക്കെ സംബന്ധിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് രജിസ്ട്രേഷൻ സംബന്ധിച്ചും അല്ലാതെയും ഒക്കെ തന്നെ അത് നേരത്തെ നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികളിൽ നിന്നുള്ള അതുപോലെ മാതാപിതാക്കളിൽ നിന്നുള്ള പ്രതികരണവും വളരെ പോസിറ്റീവാണ്. അപ്പോൾ സമയബന്ധിതമായി തന്നെ നമുക്ക് ഈ നമ്മുടെ സംസ്ഥാനത്തെ 15 ലക്ഷത്തോളം വരുന്ന കുട്ടികളുടെ 15, 16, 17 വയസ്സ് പ്രായമുള്ള കുട്ടികളുടെ വാക്സിനേഷൻ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി നമുക്ക് കേന്ദ്രത്തിൽ നിന്നുള്ള കോവാക്സിൻ 5 ലക്ഷത്തിലധികം ഡോസസ് വാക്സിൻ നമുക്ക് ലഭിച്ചു. ഇന്ന് ഒരു 1,45,000-ത്തിലധികം ഡോസ് കോവാക്സിൻ കൂടി നമുക്ക് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് വാക്സിൻ എടുത്ത് തീരുന്ന മുറയ്ക്ക് വീണ്ടും അടുത്ത വാക്സിൻ നമുക്ക് നൽകുമെന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ കുട്ടികളുടെ വാക്സിനേഷന് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും. മുതിർന്നവരുടെ വാക്സിനേഷൻ 98% ആണ് ഒന്നാം ഡോസ് വാക്സിൻ. രണ്ടാം ഡോസ് വാക്സിൻ 79.5%. നമ്മൾ 80%-ത്തിലേക്ക് ഇന്നോ നാളെയോ ഒക്കെ എത്തപ്പെടും. അപ്പോൾ ആ രീതിയിൽ 2 വാക്സിനേഷനും നല്ല രീതിയിൽ മുന്നോട്ട് പോകും. ബൂസ്റ്റർ ഡോസ് ജനുവരി 10-ാം തീയതി നമുക്ക് കൊടുത്തു തുടങ്ങാൻ കഴിയും. 15-നും 18-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്കായുള്ള വാക്സിനേഷൻ ആരംഭിച്ചു. കുത്തിവയ്പ് രാവിലെ 9 മണി മുതൽ ആരംഭിച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിച്ച ശേഷം വേണം കുത്തിവയ്പ് എടുക്കാൻ. ആധാർ കാർഡോ സ്കൂൾ ID കാർഡോ നിർബന്ധമാണ്. കൗണ്ടറിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ ലഭിച്ച മൊബൈൽ സന്ദേശമോ പ്രിന്റൗട്ടോ നൽകണം. ആരോഗ്യ പ്രശ്നങ്ങളോ അലർജിയോ ഉണ്ടെങ്കിൽ മുൻകൂട്ടി അറിയിക്കണം. ബുധനാഴ്ച ഒഴികെയുള്ള എല്ലാ ദിവസങ്ങളിലും ആശുപത്രികളിൽ കുത്തിവയ്പ് നൽകും. ഒമിക്രോൺ കേസുകൾ ഉയർന്ന സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ സംബന്ധിച്ച ഈ ആഴ്ച ചേർന്ന കോവിഡ് അവലോകന യോഗം തീരുമാനമെടുക്കും.